ബോസംഗ രാജകുടുംബത്തിലെ അലക്സാണ്ട്ര രാജകുമാരി ബി ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ വമ്പൻ പൊട്ടിത്തെറികളും അടിച്ചുപിരിയലുകളും തുടങ്ങിക്കഴിഞ്ഞു. ഗസ്റ്റായ ശ്വേതാ മേനോൻ റോബോട്ടായ ജാസ്മിനോട് പറയുകയാണ്, എനിക്ക് ജാസ്മിൻ്റെ ഒരു പെർഫോമൻസ് കാണണം, അതിനുവേണ്ടി എല്ലാ കുടുംബാംഗങ്ങളെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ. ലിവിംഗ് റൂമിൽ വന്ന് ഇരിക്കാൻ വേണ്ടി റോബോട്ട് എല്ലാവരെയും പോയി വിളിക്കുന്നുണ്ട്. ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ചെയ്തിരുന്ന അപ്സര, ശരണ്യ, നന്ദന, സായി എന്നിവർ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ടീം അംഗങ്ങളായ അൻസിബ, നോറ, റസ്മിൻ, അഭിഷേക് എന്നിവരാണ്. ഗസ്റ്റിൻ്റെ ഓർഡർ പ്രകാരം ജാസ്മിൻ പവർ ടീം അംഗങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ റസ്മിൻ ചോദിക്കുന്നുണ്ട്, റോബോട്ടാണോ ഈ നിൽക്കുന്ന ഞങ്ങളാണോ ഈ ഹോട്ടലിൻ്റെ ഓണേഴ്സ് എന്ന്. റോബോട്ട് പോയി ഗസ്റ്റിനോട് പരാതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാക്സിമം വിളിച്ചു, പക്ഷേ ഓണേഴ്സ് വരുന്നില്ല. അപ്പോൾ ഗസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ റോബോട്ടല്ലേ, നിങ്ങൾക്ക് യാതൊരു ഫീലിങ്സും ഇല്ലാലോ എന്ന്. വീണ്ടും ജാസ്മിൻ പോയി കിച്ചൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പവർ ടീം അംഗങ്ങളെ വിളിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് പവർ ടീം അംഗങ്ങൾ. ഓണേഴ്സിനെ വിളിച്ചു കൊണ്ടുപോവേണ്ടത് റോബോട്ടിൻ്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ റോബോട്ടിന് ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ടിപ്പ് ലഭിക്കും. റോബോട്ടായ ജാസ്മിൻ പവർ ടീമിനോട് പറയുകയാണ്, ഗസ്റ്റിന് പെർഫോമൻസ് കാണണം, അതുകൊണ്ട് നിങ്ങൾ ലിവിംഗ് റൂമിൽ വന്ന് ഇരിക്കാൻ. പവർ ടീം ജാസ്മിൻ പറയുന്നത് അനുസരിക്കാതെ നിൽക്കുമ്പോൾ ജാസ്മിൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. റസ്മിൻ ജാസ്മിൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട്, നിന്നോട് കുറേയായി പറയുന്നു ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അടി നടക്കുന്നുണ്ട്. അവിടെ പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ലൈവിൽ കാണിച്ചിട്ടില്ല. പിന്നെ ജാസ്മിനും റസ്മിനും കരയുന്നതാണ് കാണുന്നത്. ജാസ്മിൻ ധരിച്ചിരുന്ന റോബോട്ടിൻ്റെ ഹെൽമെറ്റൊക്കെ പകുതി പൊട്ടിപ്പോയിട്ടുണ്ട്. ശ്വേതയും സാബുവും കൂടെ സംസാരിച്ച് എല്ലാവരെയും ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നുണ്ട്, നോറ വിഷം കുത്തി വെച്ചിട്ടാണ് റസ്മിൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇതും കേട്ട് നോറ വെറുതെ ഇരിക്കുമോ? നോറ വിട്ടുകൊടുത്തില്ല, ജാസ്മിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. നോറയും ജാസ്മിനെയും കുടുംബാംഗങ്ങളും ഗസ്റ്റുകളും ചേർന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. രണ്ടാമത്തെ അടിയുടെ വക്കിലെത്തിയപ്പോൾ ജാസ്മിനെയും റസ്മിനെയും ബിഗ് ബോസ് ഇടപെട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്.